നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക്. ഇന്ന് ഒരു 4 മണി പലഹാരം റെഡിയാക്കാം. 10 മിനിറ്റ് കൊണ്ട് റെഡിയാകുന്നതാണ് പക്കവട. ബജ്ജി എന്നും പറയും. വെറും കടലമാവ് മാത്രം മതി, നല്ല ടേസ്റ്റാണ്. 10 മിനിറ്റിനുള്ളിൽ റെഡിയാവുന്നതാണ്. ഇനി അതിനു വേണ്ടി 2 സ്പൂൺ കടലമാവ് എടുക്കാം. 2 വലിയ സവോള നൈസായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത്, ഒരു ബൗളിൽ മല്ലിയിലയും ഇട്ട് കൊടുത്ത് ചെറുതായി അരിഞ്ഞത് കഴുകി വെച്ചതാണ്. 4-5 പച്ചമുളകും കട്ട് ചെയ്തിട്ട് കൊടുത്ത്, 1/4 ടീസ്പൂൺ അയമോദകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത്, ഇനി 1/4 ടീസ്പൂൺ കുറച്ച് കുറവ് സോഡാപ്പൊടി, ഇത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കുക. 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച്, ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്ത് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് എണ്ണ ചൂടായി. ഇനി കൈകൊണ്ട് തന്നെ നുള്ളി ഇതുപോലെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഇതുപോലത്തെ ബജ്ജി 2 ദിവസം വരെ കേടുകൂടാതെ ഇരിക്കും. നല്ല ടേസ്റ്റാണ്. മല്ലിയില ഇഷ്ടമുള്ളവർ മല്ലിയില നല്ലപോലെ ചേർക്കാം. മല്ലിയില നല്ല ടേസ്റ്റായിരിക്കും ഈ ബജ്ജി ഉണ്ടാക്കുമ്പോൾ കൂടുതലിട്ടാൽ. ഒന്ന് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടും. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കോരിയെടുക്കാം. നല്ല ബജ്ജി ആയിട്ടുണ്ട്. രണ്ടാമതും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. പക്കവടക്ക് എണ്ണ വലിക്കുകയില്ല. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പക്കവടയാണ്. ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. രണ്ടാമത്തേത് റെഡിയായി, കോരിയെടുക്കാം. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റുമാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ.